റാണി ഗായത്രി ദേവി. റാണി ഗായത്രി ദേവി 1962 ജയ്പൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച MP ആണ്, സ്വതന്ത്ര പാർട്ടിയുടെ. റാണി ഗായത്രി ദേവിയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള അടുപ്പം എന്താണ്? റാണി ഗായത്രി ദേവിക്ക് അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് സംഭവിച്ചു? ഇങ്ങനെ നമ്മൾ അടിയന്തരാവസ്ഥയുടെ ചരിത്രമൊക്കെ ചകഞ്ഞു പോകുമ്പോൾ ഇത്തരം ഒത്തിരി സംഭവങ്ങൾ നമ്മൾ അറിയാതെ പോകുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതാണ് റാണി ഗായത്രി ദേവിയുടെ ഒരു കഥ, ചരിത്രം നമുക്കൊന്ന് കേൾക്കാം. റാണി ഗായത്രി ദേവിയുടെ പേര് ഗിന്നസ് റെക്കോർഡിൽ 2 വട്ടം വന്നിട്ടുണ്ട്. ഒന്ന് അവരുടെ വിവാഹം, ജയ്പൂർ കൊട്ടാരത്തിലെ സവായ് മാൻസിംഗ് രണ്ടാമനുമായിട്ടുള്ള അവരുടെ വിവാഹം ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വിവാഹമായിരുന്നു അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വിവാഹം. അപ്പോൾ അതിൻ്റെ പേരിൽ ഗിന്നസ് റെക്കോർഡിലുണ്ടായിരുന്നു. രണ്ടാമത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയുടെ പേരിലും റാണി ഗായത്രി ദേവിയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അത് 1962 ഏതാണ്ട് പോൾ ചെയ്തത് 2,40,000 വോട്ടുകളായിരുന്നു. ഈ 2,40,000 വോട്ടുകളിൽ 1,92,000 വോട്ടുകൾ നേടി വിജയിച്ച ചരിത്ര വിജയം നേടിയിട്ടുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയാണ് ഗായത്രി ദേവി. അതും അന്നത്തെ കോൺഗ്രസുമായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നെഹ്റു ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് 1962 നെഹ്റു ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അന്നത്തെ കോൺഗ്രസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് അവർ നേടിയ ഭൂരിപക്ഷമാണ്, വലിയൊരു ഭൂരിപക്ഷമായിരുന്നു. അതിനുശേഷം അവരുടെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 71-ലാണ്. 71-ൽ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അപ്പോഴും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ബന്ധം ഗായത്രി ദേവിക്ക് തുടങ്ങുന്നത് സ്കൂൾ കാലഘട്ടം തൊട്ടാണ്. രണ്ടുപേരും ശാന്തിനികേതനിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ദിരാഗാന്ധിക്ക് ഗായത്രി ദേവിയോട് ചെറിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യക്കുറവുണ്ടായിരുന്നു. കാരണം റാണി ഗായത്രി ദേവി എന്ന് പറയുന്നത് പൊതുവേ രാജകുടുംബത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രിവിലേജും ഒരു എക്സ്പോഷറും ഒക്കെ അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അമർഷവും അതിൻ്റെ ഒരു ചെറിയ ദേഷ്യവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി എന്നാലും വലിയൊരു നേതാവിൻ്റെ മകളല്ലേ? അതെ, പക്ഷേ നെഹ്റു ആ സമയത്ത് കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പാൻ ഇന്ത്യ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നുണ്ടെങ്കിലും സ്കൂൾ തലത്തിലൊക്കെ വരുമ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധി വലിയൊരു സ്കൂളിൽ പഠിക്കുന്ന കാലമല്ലേ. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ആ ഒരു പരിഗണനയൊന്നും വലിയ രീതിയിൽ കിട്ടിയിരുന്നില്ല. രാജാക്കന്മാർക്ക് വലിയ പരിഗണന കിട്ടിയിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷേ ഗായത്രി ദേവി ആ ഒരു പ്രിവിലേജ് വലിയ രീതിയിൽ എടുത്തിരുന്ന ഒരാളല്ല. അവർ പൂർണ്ണമായിട്ടും ജനങ്ങളുമായിട്ടൊക്കെ ധാരാളം രീതിയിൽ ഇടപഴകുകയും ജനക്ഷേമപരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് അവർ ധാരാളം ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജയ്പൂരിലുള്ള ആളുകൾക്ക് പഠനം, ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി സ്കൂൾ പൊതു തുടങ്ങുന്ന റാണി ഗായത്രി ദേവിയാണ് ജയ്പൂരിൽ. അതൊന്ന് ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേഡി സ്കൂളുകളിൽ ഒന്നാണ്. ക്വാളിറ്റി വൈസും ഏറ്റവും വലിയ ലേഡി സ്കൂളിലൊന്നാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് വലിയ രീതിയിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ള ഒരാളായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് അവർക്ക് ആദ്യം ഒരു ഇൻറ്റൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും 1952-54 ആ കാലഘട്ടങ്ങളിലൊക്കെ ഗായത്രി ദേവിയെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ രീതിയിലുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതും അന്നും കോൺഗ്രസിൻ്റെ കടുത്ത വിമർശകമായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ കടുത്ത വിമർശകമായിരുന്നു. എന്നിട്ടും കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ രീതിയിൽ ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവരതിന് തയ്യാറായില്ല, രാഷ്ട്രീയത്തിലേക്കൊന്നും ഇല്ലായിരുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയം വേണ്ട എന്നുള്ള രീതിയിൽ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. 62-ലാണ് രാജഗോപാലാചാര്യയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ രാജഗോപാലിയുമായിട്ട് ഉള്ളൊരു ബന്ധം വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. പക്ഷേ അതിനുശേഷം 1965-66 കാലഘട്ടത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അവരെ പിന്നെയും കോൺഗ്രസ്സിലേക്ക് വിളിക്കുന്നുണ്ട്. ഒന്നുകൂടി നമ്മുടെ ചർച്ചകൾക്കിരിക്കാം, പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അന്നും അവർ പറയുന്നത് ഞാൻ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് ഞാൻ വോട്ട് മേടിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പുറത്തോട്ട് മാറുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ സ്വതന്ത്ര പാർട്ടിയിൽ തുടരും എന്നുള്ളതാണ്. 70-69 ആ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ജോർജ് ഫെർണാണ്ടസുമായിട്ടൊക്കെ വലിയ രീതിയിൽ ഒരു പോപ്പുലർ ഫിഗർ ആയി കഴിഞ്ഞു ഗായത്രി ദേവി. അങ്ങനെ വലിയ രീതിയിൽ പോപ്പുലർ ഫിഗർ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു വുമൺ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നുള്ള ഒരു സ്ത്രീ ഇത്രയേറെ ജനസമ്മതി നേടുന്നത് ഇന്ദിരാഗാന്ധിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യമല്ല. ഇന്ദിരാഗാന്ധി എപ്പോഴും അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരിയായിരുന്നു. തന്നെക്കാൾ വാക്ചാതുര്യം ഉള്ളതും തന്നെക്കാൾ കഴിവുള്ള ഒരു സ്ത്രീയെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരുന്നില്ല ഇന്ദിരാഗാന്ധി. അങ്ങനെ കുശ്വന്ത് സിംഗ് പറയുന്നത്, പ്രശസ്ത സമാധി പ്രവർത്തകനായ കുശ്വന്ത് സിംഗ് പറയുന്നത്. അപ്പോൾ 75-ലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം തടവിലിടാൻ തീരുമാനിച്ച പട്ടികക്കാരുടെ പേരിൽ ഗായത്രി ദേവി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അന്ന് അവർക്ക് ശാരീരികമായിട്ടുള്ള എന്തോ അസ്വസ്ഥതകൾ മൂലം അവർ ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ആശുപത്രി കഴിഞ്ഞതിന് ശേഷം പാർലമെന്റിലേക്ക് അവർ വന്നൊരു സമയം പാർലമെന്റിന്റെ പ്രതിപക്ഷ കസേരകൾ മുഴുവൻ ഒഴിഞ്ഞിരിക്കുകയാണ്.
മൊത്തം ജയിലില്ല. ആൾക്കാരല്ല, അടൽ ബിഹാരി വാജ്പേയി, അദ്വാനി, ജയപ്രകാശ് നാരായൺ എല്ലാവരും ജയിലിലാണ്. JP അന്ന് MP അല്ല, എല്ലാവരും ജയിലിലാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി വൈകാതെ എന്നെയും അറസ്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലായി. വൈകാതെ അവരെ അറസ്റ്റ് ചെയ്തു. തീഹാർ ജയിലിലേക്കാണ് അവരെ കൊണ്ടുപോയത്. അന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് 55 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. 55 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ തീഹാർ ജയിലിലെ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു. അവർക്ക് അൾസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ചികിത്സയും മറ്റു കാര്യങ്ങളൊന്നും കൊടുത്തില്ല. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷനും മറ്റു കാര്യങ്ങളും നൽകിയത്. അതുപോലെ തന്നെ അവരെ പാർപ്പിച്ചിരുന്ന മുറി ശുചിത്വമില്ലാത്തതും അതുപോലെ തന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റീസൊക്കെ വളരെ കമ്മിയായിട്ടുള്ള ഒരു മുറിയിലാണ് അവരെ താമസിപ്പിച്ചിരുന്നത്. പോലീസുകാരുടെ അതുപോലെ സഹതടവുകാരുടെയൊക്കെ വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും അതുപോലെ കളിയാക്കലുകളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ജയിലിലും അവർ ഇതേപോലെ ചാരിറ്റിയും മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോയി. ജുവനൈൽ ഹോമിൽ അന്നുണ്ടായിരുന്ന കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളും മറ്റുമായിട്ടൊക്കെ ജയിലിലുണ്ടായിരുന്ന സമയത്തും അവർക്ക് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോപ്പുലർ ഫിഗറായിരുന്നു ഗായത്രി ദേവി. അവർക്ക് പിന്നീട് എന്താ അവർ സ്വാഭാവികമായി മരണപ്പെടുകയായിരുന്നു അതോ? അതെ, അവർ പിന്നീട് 2009 വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതെ, 2009 ഉദര സംബന്ധമായിട്ടുള്ള രോഗം അത് പ്രകാരം സ്വാഭാവികമായിട്ടുള്ള മരണമായിരുന്നു. പക്ഷെ പിന്നീട് അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിലിൽ കിടന്നതിന് ശേഷം ഇല്ല, അവരെ റിലീസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു കണ്ടീഷൻ രാഷ്ട്രീയത്തിൽ ഇനി ഇറങ്ങരുത് എന്നുള്ളതായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇനി പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ കണ്ടീഷനും കൂടെ മുന്നിട്ട് ജയിലിലോ 1976 മെയ് 2-നാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 5 മാസത്തോളം. ഈ 5 മാസം കിടക്കാനുണ്ടായ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് റാണിയുടെ കോട്ട എന്ന് പറയുന്നത് ജയ്പൂരിലാണ്. ജയ്പൂരിലെ അംബർ കോട്ടയാണ് ഇവർ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ അംബർ കോട്ടയിൽ റാണി ജയിലിലായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ഒരു സെർച്ച് ഓപ്പറേഷൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവിടെ രാജാ മാൻസിംഗ് 1-ാമൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഒരു വലിയ നിധി കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ പലപ്പോഴായിട്ടുണ്ടായിരുന്നു. അത് അക്ബറിൻ്റെ ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു അലയായിരുന്നു രാജാ മാൻസിംഗ്. അപ്പോൾ രാജാ മാൻസിംഗിനോട് ഒരിക്കലും അഫ്ഗാനിലോട്ട് പട നയിക്കാനായിട്ട് അക്ബർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജാ മാൻസിംഗ് പോയി അഫ്ഗാനിൽ പല സ്ഥലങ്ങളിലായിട്ട് കീഴ്പ്പെടുത്തി അവിടെ നിന്ന് കണക്കറ്റ സമ്പത്ത് കൊണ്ടുവന്നു. പക്ഷെ രാജാ മാൻസിംഗ് ബുദ്ധിയുള്ള ആളായതുകൊണ്ട് അക്ബറിനോട് ഈ സമ്പത്തിൻ്റെ കാര്യം പറയുന്നില്ല. പകരം ഈ അംബേർ കോട്ടയിൽ കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് മുഗളന്മാർക്ക് പോലും വിവരം കിട്ടുന്നത്. അങ്ങനെ അവർ ആദ്യം ഒരു രീതിയിൽ ഒരു സെർച്ച് നടത്തുകയുണ്ടായി. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഒരു അറബിക് ടെക്സ്റ്റിൽ നിന്നാണ് ഈ സ്വത്തിൻ്റെ വിവരം, ഈ നിധിയുടെ വിവരം കണ്ടെത്തുന്നത്. അങ്ങനെ അവരൊരു സെർച്ച് നടത്തി കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെയാണ് 1976 ഇന്ദിരാഗാന്ധി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിധിയുടെ കാര്യം അറിയുന്നത്. അങ്ങനെ ഒരു സെർച്ച് ഈ കോട്ടയെ സെർച്ച് ഓപ്പറേഷൻ നടത്താനായിട്ട് ചെയ്യുന്നത്. കോട്ടയുടെ ഉടമസ്ഥ മഹാദേവിയാണ്, അല്ല ഗായത്രി ദേവിയാണ്. ഗായത്രി ദേവി ജയിലിലാണ്. അപ്പോൾ ജയിലിലായിരുന്ന സമയത്താണ് കോട്ട സെർച്ച് ചെയ്തത്. 5 മാസം എടുത്തു ആ കോട്ട മുഴുവനായിട്ട് സെർച്ച് ചെയ്യാനായിട്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആർമി, പട്ടാളം, ഇൻകം ടാക്സ്, 4 ഇന്ത്യയിലെ 4 പ്രമുഖ ഏജൻസികളും കൂടി ചേർന്നിട്ടാണ് ഈ സർവേ, അതായത് ഈ കോട്ടയ്ക്കകത്ത് ഈ നിധി അന്വേഷിച്ചിറങ്ങിയത്. ഈ കോട്ടയും ജയ്ഹർ കോട്ട എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് വേറൊരു കോട്ടയും കൂടിയുണ്ട്. ഈ 2 കോട്ടകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടണലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കോട്ടകളിൽ ഏതിലെങ്കിലും ഒന്നായിരിക്കാം ഈ നിധി എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് ഇവരെത്തിയത്. അങ്ങനെ വലിയ രീതിയിൽ 2 കോട്ടകളിലും അന്വേഷണം നടക്കുകയുണ്ടായി. അപ്പോൾ ഏതാണ്ട് 5 മാസത്തോളമായിരുന്നു അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണവും മറ്റു കാര്യങ്ങളും നടന്നത്. അപ്പോൾ അതിന് പല ദൃക്സാക്ഷികളും ഇതിൻ്റെ വിവരണങ്ങൾ പറയുന്നുണ്ട്. പലപ്പോഴും ചോപ്പർ ഹെലികോപ്റ്ററിൽ കോട്ടയിലേക്ക് വരികയും കോട്ടയിൽ നിന്ന് പറന്നു പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ അവിടുത്തെ സ്ഥലവാസികൾ ധാരാളം കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇത് വലിയ രീതിയിൽ സീക്രസി മെയിൻറ്റെയിൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. പക്ഷേ എന്നിട്ടും ഇത് പാകിസ്ഥാൻ അറിഞ്ഞു. പാകിസ്ഥാൻ അറിഞ്ഞതിന് ശേഷം അന്നത്തെ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോ ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തയച്ചു. ഈ സ്വത്തിൻ്റെ 50% പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ്, പാകിസ്ഥാന് വേണം എന്നുള്ള രീതിയിൽ ഇന്ദിരാഗാന്ധി കത്തയച്ചു. ഇന്ദിരാഗാന്ധി ആദ്യം അതിന് മറുപടി കൊടുത്തില്ല. പക്ഷേ ഏതാണ് 5 മാസങ്ങൾക്ക് ശേഷം ഇന്ദിരാഗാന്ധി തിരിച്ച് മറുപടി അയച്ചു. അവിടെ നിന്നൊന്നും കണ്ടു കിട്ടിയിട്ടില്ല. ഏതാണ് 230 കിലോഗ്രാം വരുന്ന വെള്ളി മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അതിന് സ്വത്തിന് പൊതുവേ പാകിസ്ഥാൻ അവകാശമില്ല. എന്നാലും ഇന്ദിരാഗാന്ധി പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അന്ന് ജയ്പൂർ തൊട്ട് ഡൽഹി വരെയുള്ള ഹൈവേ മുഴുവൻ ബ്ലോക്ക് ചെയ്തതിന് ശേഷം 60ഓളം ട്രക്കുകളിലായിട്ട് ഈ കോട്ടകളിൽ നിന്ന് ഡൽഹിയിലോട്ട് ട്രക്കുകൾ പോയതായിട്ട് ആൾക്കാർ ദൃക്സാക്ഷി വിവരണം നൽകുന്നുണ്ട്. അതുമാത്രമല്ല സഞ്ജയ് ഗാന്ധി തന്നെ വ്യക്തിപരമായിട്ട് ഈ കോട്ടയിലേക്ക് ചോപ്പറിൽ വന്നിറങ്ങിയതായിട്ടും ധാരാളം വാർത്തകളുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒന്നും കിട്ടിയില്ല എന്നുള്ളത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് സംശയകരം തന്നെയാണ്. സഞ്ജയ് ഗാന്ധി അക്കാലത്ത്
ഈ അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ കയ്യിലായിരുന്നല്ലോ അതെ അതെ ഇന്ത്യ എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്തിന് ഒരു ഇപ്പൊ ഇന്ദിരാഗാന്ധിയാണ് ഭരണമെന്നുണ്ടെങ്കിൽ സഞ്ജയ് ഗാന്ധിക്ക് അപ്പുറത്തേക്ക് ഒന്നും പോവില്ല എന്നുള്ള ഒരു സഞ്ജയ് ഗാന്ധി അന്തരീക്ഷമായിരുന്നല്ലോ. അതായിരുന്നു ആ ഒരു കാലഘട്ടമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.